ഹലോ. കറുപ്പിനാണോ വെളുപ്പിനാണോ അഴക് എന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലേ? കറുപ്പിന് കറുപ്പിൻ്റേതായിട്ടുള്ള അഴകുണ്ട്, വെളുപ്പിന് വെളുപ്പിൻ്റേതായിട്ടുള്ള അഴകുണ്ട്. പക്ഷേ ഈ കറുപ്പിനെയും വെളുപ്പിനെയും തമ്മിലൊരു മത്സരമാക്കി, അല്ലെങ്കിൽ ഒരു മത്സര വിഭാഗമാക്കിയിട്ട് അതിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴും കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളുടെ കമ്പനികൾ തന്നെയാണ് അല്ലേ? അവർ കോടികളുടെ ബിസിനസ് നടക്കുന്നത് ഈ കറുപ്പിനെ ഇടിച്ച് താഴ്ത്തി വെളുപ്പിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് തന്നെയാണ് അവർ ഇങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നത്. അവരുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് കറുപ്പും വെളുപ്പിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ വെളുത്തവർ പൊതുവെ പറയും, ഇല്ല എനിക്കങ്ങനെ മാറ്റി നിർത്തപ്പെടലുകളോ പരിഹാസങ്ങളോ ഒന്നുമില്ല എന്ന്. അതേസമയം കറുത്ത കളറ് നിറം കുറഞ്ഞവരോട് ചോദിച്ചാൽ അവർക്ക് ഒരുപാട് പരിഹസിക്കപ്പെട്ടതിൻ്റെയും മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയും ദുരനുഭവങ്ങളുടെ കഥകൾ ഒരുപാട് പറയാനുണ്ടാവും അല്ലേ? അതിന് കാരണം നമ്മൾ തന്നെയാണ്. ഈ ഒരു മാറ്റി നിർത്തലുകൾ കൊണ്ട് തന്നെയാണ് പലരും ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ പിറകെ പോകുന്നത്. അതായത് ഡോക്ടർ സാധാരണ ഗുളിക എഴുതുമ്പോൾ 1 വീതം 3 നേരം എന്നൊക്കെ എഴുതി തരുന്നത് പോലെയാണ് എങ്ങനെയെങ്കിലും വെളുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ഇന്നത്തെ പെൺകുട്ടികൾ, പണ്ട് കാലത്തെ ആളുകൾക്ക് അത്രയും കോസ്മെറ്റിക്സ് ഒന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ 1 വീതം 3 നേരം എന്നൊക്കെയുള്ള രീതിയിലാണ് ക്രീമുകൾ മുഖത്ത് വാരിപ്പൊത്തുന്നത്. രാവിലെ ഡേ ക്രീം, കുളി കഴിയുമ്പം മോയ്സ്ചറൈസിങ് ക്രീം, കിടക്കാൻ നേരത്ത് നൈറ്റ് ക്രീം, ഇതിനിടയ്ക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പരട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾ. അതവർ കണ്ണടച്ച് അവർ അന്ധമായിട്ട് ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ പുറകെ പോകുന്നതുകൊണ്ടാണ്. പെൺകുട്ടികൾ, ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട് അല്ലേ? നമുക്ക് വിരൽത്തുമ്പിലൂടെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഈ ബ്യൂട്ടി പ്രൊഡക്റ്റുകളിൽ ഒട്ടുമിക്ക പ്രൊഡക്റ്റും ക്യാൻസറിന് കാരണമായേക്കാവുന്ന കണ്ടൻറ്റുകൾ അതിനകത്തുണ്ട്, ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും കുട്ടികൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അവരിങ്ങനെ ഇതിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഏതാണോ അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ യൂസേജ് എന്താണെന്നും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നും കോംപ്ലിക്കേഷൻ എന്താണെന്നും എല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു പ്രൊഡക്റ്റും, അതായത് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇന്നേ വരെ ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. അതുകൂടാതെ നമ്മൾ വൈറ്റ് ആക്കാൻ, അതായത് നമ്മുടെ മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്രീമുകൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അങ്ങനെ മുഖം വെളുപ്പിക്കുന്ന ഒരു ക്രീമും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. ഇത് രണ്ടും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുക. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടെക്സ്ചറിനനുസരിച്ചിട്ടുള്ള ക്രീമുകളാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അത് കഴിവതും ഡോക്ടേഴ്സിനെ, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുന്നത് അല്ലെങ്കിൽ ക്രീം വാങ്ങുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ചില സമയത്ത് നമ്മൾ ക്രീമുകളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഡയറ്റ് കൊണ്ടോ എക്സസൈസ് കൊണ്ടോ സ്ലീപ്പിംഗ് പാറ്റേണോ ഇതിലൊക്കെ ചേഞ്ച് വരുത്തിയാലും കുറേ പേരുടെയൊക്കെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ അതിനൊന്നും മുതിരാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ പിറകെ ഇങ്ങനെ പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞതിന് ഉത്തരം ഞാൻ പറയാം. നമ്മൾ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗം ഉണ്ടോ, ഇന്നർ ആസ്പെക്റ്റ് ഓഫ് ദി ഐ, അതായത് ഈ ഒരു ഭാഗം, ഉൾഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രീം വളരെ തിന്നായിട്ടുള്ള ലെയറിൽ ക്രീം അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും സൈഡ് എഫക്റ്റോ ചൊറിച്ചിലോ റെഡ്നെസ്സോ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ മാത്രം ആ ക്രീം മുഖത്തിടുക. ഇനി ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ക്രീം പിന്നെ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ക്യാൻസർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള കുറേ ക്രീമുകൾ മാർക്കറ്റിലുണ്ട്. അതിൻ്റെ പേര് എനിക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് ക്രീമുണ്ട്. അതിനകത്തൊരു ക്രീം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രീമാണ്. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ക്രീമുകളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മളതൊക്കെ ഉപയോഗിച്ചാലും നമ്മളങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഡെയിലി എന്ന് പറയുന്ന പോലെ വൈറ്റനിങ്ങിനൊക്കെയുള്ള ക്രീം ഉപയോഗിച്ചാൽ, അതായത് ഈ ക്രീമിനകത്തുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, ഫോർമാൽഡിഹൈഡ്, ലെഡ്, മിനറൽ ഓയിൽസ്,
ഇങ്ങനെ ഇതെല്ലാം ഒരൊറ്റ ഫേസ് ക്രീമിലല്ല അടങ്ങിയിരിക്കുന്നത്. ഇതിൽ പല സാധനങ്ങളും പല പല പ്രൊഡക്റ്റുകളിലായിരിക്കും. അതായത് ഹെയർ ഡൈ, അതുപോലെ സിന്തറ്റിക് കളർ കൊടുക്കുന്ന കളറിങ് ഏജൻറ്റ്, നമ്മൾ എക്സസ് ആയിട്ട് കൺപീലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കൺപീലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ലാഷസ് ഫിറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഗ്ലൂ, ആ ലാഷസിലുള്ള ഗ്ലൂ, അതുപോലെ ബോഡി ലോഷൻസ്, ഫേസ് വാഷ്, ലൈറ്റനിങ് ക്രീം, അതായത് വൈറ്റനിങ് ക്രീം, ആൻറ്റി ഏജിങ് ക്രീം, ടാൽക്കം പൗഡർ, ബോഡി ലോഷൻ, ഇങ്ങനെ എന്ന് വേണ്ട നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ മിക്കതിലും ഞാൻ ഈ നേരത്തെ ലിസ്റ്റ് പറഞ്ഞല്ലോ, മെർക്കുറി, ഫോൾമാൽഡിഹൈഡ്, അങ്ങനെയൊക്കെ, ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലുമൊക്കെ കണ്ടൻറ്റുകളുണ്ടാവും. അപ്പോൾ എല്ലാ കണ്ടൻറ്റും കൂടെ ഫേസ് ക്രീമിൽ മാത്രമാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഫേസ് ക്രീം ആണല്ലോ ചർച്ചാ വിഷയം. അപ്പം ഫേസ് ക്രീമിൽ മാത്രമേ ഉള്ളൂ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇതിൻ്റെയൊക്കെ പേര് ഏത് പ്രൊഡക്റ്റിൽ ഏത് കെമിക്കലാണെന്ന് അടിച്ചു നോക്കിയാൽ പലപ്പോഴും നമുക്ക് കിട്ടില്ല. അതിന് കാരണം എന്താണ്? മാനുഫാക്ചറർ അത് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്യാൻസർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സാധനത്തിൻ്റെ പേര് അവർ അതിൻ്റെ ലേബലിൽ കൊടുക്കൂല, കൊടുത്താൽ ആരും വാങ്ങൂല അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം പ്രൊഡക്റ്റുകൾ വാങ്ങാൻ. നമുക്ക് ഏറ്റവും സേഫായിട്ട് ഏതാണെന്ന് തോന്നുന്നു അത് ഉപയോഗിക്കുക. കഴിവതും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അമ്മ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ കാണാനായിട്ട്, കുഞ്ഞ് നിയോനാറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അവർ മലയാളിയല്ല, തമിഴ് സ്വദേശിയാണ്. അമ്മ വന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണാൻ വന്നു. അവർ കുഞ്ഞിനെ കണ്ടില്ല. അതിനു മുൻപേ അവർ ചോദിച്ച ചോദ്യം ഇതാണ്: സിസ്റ്ററെ, എൻ്റെ കുഞ്ഞ് വെളുത്തതാണോ എന്ന്. അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് അല്ല, അവരൊരു സിംഗറാണ്, സയനോര. അവരും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട് അവർ മാറ്റി നിർത്തപ്പെട്ട അവരുടെ ജീവിതത്തിലുണ്ടായ ദുരനുഭവം. അതുകൊണ്ട് തന്നെ അവർ ഡെലിവറി കഴിഞ്ഞ വഴി തന്നെ അവർ ചോദിച്ചു, എൻ്റെ കുഞ്ഞ് വെളുത്തതാണോ. അപ്പോൾ ഈ വെളുപ്പ് കറുപ്പ് എന്നുള്ളത് പലരും അതിനെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് വെളുക്കണം, എനിക്ക് വെളുത്ത കുഞ്ഞിനെ വേണം എന്ന് ആഗ്രഹിക്കുന്നത് അവർ ചെറുപ്പകാലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലിൻ്റെയും വേദനയിലൂടെയും അവർക്കുണ്ടായ ദുരനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. എല്ലാവരെയും നമ്മൾ ഒരുപോലെ ചേർത്ത് നിർത്തി കൊണ്ടുപോയാൽ ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്ക് ഇത്രമാത്രം മാർക്കറ്റ് ഉണ്ടാവുമോ? അവർക്ക് ഇങ്ങനെ കോടികൾ കൊയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളുടെ തന്ത്രമാണ്. കറുപ്പിനെയും വെളുപ്പിനെയും ഒരു മത്സരവിനയമാക്കി കണ്ട് ആളുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല സാധനങ്ങളും വാരിപ്പൊത്തുന്നതിന് മുൻപ് നമുക്കറിയാം, നമ്മുടെ സ്കിന്ന് എല്ലാം അബ്സോർബ് ചെയ്യുന്നതാണ്, ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ്. കിഡ്നി ഡാമേജ് മാത്രമല്ല നമുക്ക് ഉണ്ടാവുന്നത്, ഇതുപോലെ ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ക്യാൻസർ നമുക്കുണ്ടാവും. ഒരു ലേഡി, അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു ലേഡിയാണ്, കുറേ നാളിന് മുമ്പാണ് ഒരു കേസ് ഫയൽ ചെയ്തു ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്കെതിരെ. അവർക്ക് ക്യാൻസർ വന്നതിന് കാരണം ഈ പ്രൊഡക്റ്റാണ്. ബേബി പൗഡർ, ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ബേബി പൗഡറാണ് ഒരു വർഷങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇവർക്ക് സ്കിൻ ക്യാൻസർ എന്തോ വന്നു, അവർ കേസിന് പോയി. അങ്ങനെ ആ വൃദ്ധയ്ക്ക് അനുകൂലമായിട്ട്, ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഒക്കെ ബ്രാൻഡ് വാല്യൂ എവിടെ നിൽക്കണോ എന്ന് ആലോചിക്കണം. എന്നിട്ടും ആ വൃദ്ധയ്ക്ക് അനുകൂലമായിട്ട് അന്ന് കോടതി വിധി വന്നു. അപ്പോൾ ഈ ക്രീമുകൾ, സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അല്ലേ എല്ലാ കാര്യങ്ങളും. നമ്മൾ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള പെൺകുട്ടികളാണ്. എന്താണ് സേഫ് ആയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് വാങ്ങുക. ഇനി അതിന് പറ്റാത്തവരാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവരുടെ പെർമിഷനോടുകൂടി വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ അവർ പറയും ഇത് ഇത്ര നാൾ തുടങ്ങി ഇത്ര നാൾ വരെ ഉപയോഗിച്ചാൽ മതിയെന്ന്. ആ ഒരു ഡ്യൂറേഷനിൽ മാത്രം ഉപയോഗിക്കുക, അല്ലാതെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ലൈഫ് ലോങ് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.